ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കറുപ്പ് മൂന്നാം ദിനമാണ്. ഈ ഒരു ഞായറാഴ്ചയും അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് നേടാൻ കഴിയുന്നത്. അതിഗംഭീരമായ അഭിപ്രായം നേടിയ ചിത്രം ഇപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഓവർസീസിൽ ഒരു ഹൈപ്പും ഇല്ലാതെ, പ്രീമിയർ ഷോ പോലും ഇല്ലാതെ വന്ന സിനിമ ഇന്ന് 2 ദിനങ്ങൾ പിന്നിടുമ്പോൾ 3 മില്യൺ കടന്നിരിക്കുകയാണ്. അതെ, 30 കോടിക്കടുത്തേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ്. മൂന്നാം ദിനവും തീപ്പൊരിയായിട്ട് തന്നെയാണ് പോകുന്നത്. കറുപ്പിൻ്റെ നമുക്ക് ഓരോ സ്റ്റേറ്റ് വൈസും അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസാണ് ഇതിനകത്തിൽ വരുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, മുഴുവനായിട്ടും വീഡിയോ കാണുക. ഇവിടെ കറുപ്പ് 2 ദിവസത്തെ തെലുങ്ക് സ്റ്റേറ്റ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഗ്രോസായി വന്നിരിക്കുന്നത് 7,57,00,000 രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ആയിട്ട് വന്നിരിക്കുന്നത് 3,88,00,000 എന്നാണ്. തിയേറ്റർ റൈറ്റ് വിറ്റുപോയത് 7 കോടിക്കാണ്. റിക്കവറി 55% മുകളിൽ എന്നുള്ളതാണ്. എക്സലൻറ്റ് സ്റ്റാർട്ട് തന്നെയാണ്. 4-5 ദിവസത്തിനുള്ളിൽ അവിടെ ലാഭമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇന്നത്തോടെ ഗ്രോസ് ഏകദേശം 11.5 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു തമിഴ് സിനിമയാണ്. തമിഴ് ബോക്സ് ഓഫീസിൽ TN ബോക്സ് ഓഫീസിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡേ 1 നമുക്ക് 14 കോടിക്ക് മുകളിൽ വന്നപ്പോൾ ഡേ 2 ഏകദേശം 16 കോടിയോളം വന്നു. പ്രീ സെയിൽ കളക്ഷനിലൂടെ മാത്രം മൂന്നാം ദിനം അഡ്വാൻസ് സെയിലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് 9,65,00,000 രൂപയോളമാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 22 കോടിക്ക് മുകളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ നേടുമെന്നുള്ളത്. അത് ഒന്നും കൂടെ പറയാം. ആദ്യ ദിനം 14, രണ്ടാമത്തെ ദിവസം 16 കോടി, അതായത് 30 കോടി നേടിയിരിക്കുന്നു. മൂന്നാം ദിനം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ കളക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് പോരുകയാണെങ്കിൽ ഓരോ റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് 13 കോടിക്കടുത്ത്, കർണാടകയിൽ നിന്ന് 2,14,00,000 രൂപ, തെലുങ്കിൽ നിന്ന് 3,12,00,000 രൂപ, കേരളത്തിൽ നിന്ന് 3 കോടിയോളം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30,00,000 രൂപ, ഏകദേശം 20 കോടിക്ക് മുകളിലേക്ക് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോർത്ത് അമേരിക്കയിൽ നിന്നും അതേപോലെ തന്നെ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UAE, മലേഷ്യ, സിംഗപ്പൂർ, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്നായിട്ട് 12 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് ഇന്നലെ മാത്രം 31 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പല റിപ്പോർട്ടുകളിലും പല ഡിഫറൻറ്റുകളാണ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കുന്നത്. 2 ദിവസം കൊണ്ട് സിനിമ കളക്ഷൻ ആയിരിക്കുന്നത് 70 കോടിയോളം എന്നുള്ളതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം 30 കോടിക്ക് മുകളിലുണ്ടായിരുന്ന സിനിമ രണ്ടാം ദിനം 40 കോടിയോളം ഉണ്ട് എന്നുള്ള ലെവലിലാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ 65-70 കോടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നു. മൂന്നാം ദിനമായ ഇന്ന് കൊണ്ട് സിനിമ 110 കോടി കടക്കും. ഞായർ തീയാണ് ബുക്കിംഗ്. മണിക്കൂറിൽ വിറ്റ് പോകുന്നതും 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ തന്നെയാണ്. റെക്കോർഡ് വേഗത്തിലാണ് കളക്ഷൻ പോകുന്നത്. ഒപ്പം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. ബഡ്ജറ്റായി സിനിമയുടേത് പുറത്ത് വരുന്നത് ഏകദേശം 150 കോടിയോളമാണ്. അതായത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് അത് റിക്കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാം ദിനം വരുന്നു. മറ്റൊരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ഏകദേശം 78 കോടി എന്നുള്ള ലെവലിലാണ്. ഏകദേശം നമുക്ക് 65-നും 78 കോടിക്കും ഇടയിലെന്ന് തന്നെ പറയാം. പ്രീ സെയിൽ അഡ്വാൻസ് വന്നത് ആദ്യ ദിനം 82 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാം ദിനം 6,93,000, മൂന്നാം ദിനം 9,63,00,000 രൂപയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 40%-നടുത്തുള്ള വർധനമാണ് മൂന്നാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ സിനിമയ്ക്ക് കാണാനും കഴിയുന്നത്. ഇന്ന് ഞായറാഴ്ച നിങ്ങൾ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ ഒന്ന് പറയാം എവിടെയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. മലയാളികൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ അതും ഒന്ന് പറയാം. തമിഴ് ആളുകളൊക്കെയാണ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കേട്ടോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ നമുക്ക് അവിടെയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. എന്തായാലും റെക്കോർഡ് വേഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1.5 മില്യൺ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയ ഒരു കാഴ്ച. ഇനി കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാം ദിനം നമുക്ക് കാണാൻ കഴിയുന്നത് 1 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,60,00,000 രൂപയ്ക്കടുത്താണ് ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നലെ 2,04,00,000 രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷൻ. ഏകദേശം 2.5 കോടിയോളം ഇന്നലെ നേടാൻ കഴിഞ്ഞു. ആദ്യ ദിനം 1.5 കോടിക്കടുത്താണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 92 ലക്ഷം രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷൻ. ഇന്നും അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സൂര്യ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ അടിച്ച് കയറുക. നമുക്ക് മാക്സിമം വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരാം. നല്ല സപ്പോർട്ടാണ് നേരത്തെ ഇട്ട വീഡിയോയ്ക്ക് നമുക്ക് ലഭിച്ചത്. ഏകദേശം 2,000-ഓളം ആളുകൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 10,000-ന് മുകളിലുള്ള ആളുകളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂറിലും തന്നെ വീഡിയോ ചെയ്യാൻ തയ്യാറാണ് ഗ്രീൻ മീഡിയാസ്.